ഒന്നാലോചിക്കുക, എത്ര വർഷമായി നമ്മൾ ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം സിറ്റുവേഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്മാരൊന്നും കളി തോട്ട് ഓണേഴ്സിൻ്റെ പ്രോബ്ലം എന്ന് പറയും, അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ കുഴപ്പമെന്ന് പറയും, ഇല്ലെങ്കിൽ ഏതൊരു പരിശീലനം പിടിച്ച് ബലികേടാക്കും. ഇതാണ് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സീരിയസ്ലി ഊക്കിട്ടി മടുത്ത് ഇതിനൊരു അന്ത്യമില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. കൂലിപ്പണിയെടുക്കുന്ന കേരളത്തിലെ സാധാരണക്കാരൻ പണി ഉപേക്ഷിച്ച് പെരുമഴ നനഞ്ഞ് ക്യൂ നിന്ന് നനഞ്ഞ് ടിക്കറ്റ് എടുത്ത് കയറി കളി കാണുന്നത് തകർന്ന മനസ്സോടെ തിരിച്ചു പോകാനല്ല, കേരളം തോൽക്കുന്നത് കാണാനുമല്ല. അവരുടെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാകും. പക്ഷേ കണ്ണിൽ കെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊള്ളും. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും ISL-ൽ വിജയവടിയിലേക്ക് തിരിച്ചു വരും. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷമാണ് നിരന്തരം നിരാശ തളം കെട്ടിയ ഓർമ്മകൾ, തോറ്റ് ഏറെ മടുത്ത മനസ്സ്, പഴി പറഞ്ഞ് ക്ഷീണിച്ച നാവ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കുറേയേറെ നാളുകൾ. അതിനെല്ലാം ഒടുവിൽ വേദനാശമനി എന്ന പോലെ ഒരു വിജയം വരുന്നു. അത് നൽകുന്ന സന്തോഷം കുറച്ചൊന്നുമല്ലായിരുന്നു. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതീക്ഷ തെളിഞ്ഞതുപോലെ. മുന്നിൽ പുതിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ ഇതുകൊണ്ട് വെട്ടാനാകുമോ എന്ന് പോലും അറിയില്ല. അതൊന്നും ഓർക്കാതെ അത്രമേൽ ആനന്ദിച്ചു പോയി. അതെ, ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു, അതും എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും ISL-ൽ വിജയവടിയിലേക്ക് തിരിച്ചു വരും. തുടർച്ചയായ ആ സന്തോഷം അടക്കാൻ വയ്യാതെ ഞാൻ ഒഫീഷ്യൽ പേജിലേക്ക് കമൻറ്റ് ചെയ്യാൻ പോയിരുന്നു. അവിടെ കണ്ട ഒരു കമൻറ്റ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ലീഗിലെ ഏറ്റവും മോശം ടീമിന് പഞ്ഞിക്കിട്ട് ഷോ കാണിക്കുന്ന ഏക ടീം, അതും 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ്. അതൊരു പരിഹാസമായിരുന്നു. അതൊരു പക്ഷേ യാഥാർത്ഥ്യമാകാം. പക്ഷേ ഒരു ആരാധകൻ എന്ന നിലയിൽ സ്വന്തം ടീമിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഫുട്ബോളാണ്. അതിങ്ങനെ എല്ലായ്പ്പോഴും നല്ല സമയത്തെ സമ്മാനിക്കണമെന്നില്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പ്രതീക്ഷയും നിരാശയും വിമർശനങ്ങളും അതിനെ കീറി മുറിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സ്വന്തം ടീമിൻ്റെ വിജയം അതൊരു ആരാധകനെ സംബന്ധിച്ച് വലിയ അംഗീകാരവും അഭിമാനവും കൂടിയാണ്. ഒരുപക്ഷെ ഇന്ന് തോറ്റുപോയിരുന്നുവെങ്കിൽ കമൻറ്റുകൾ ഇങ്ങനെയാകാം: 13ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമിനോട് പോലും തോൽക്കുന്ന ISL-ലെ ഏറ്റവും വേസ്റ്റ് ടീമെന്ന്. ഇനിയുള്ള മത്സരഫലങ്ങൾ എങ്ങനെയാകുമെന്ന് ഒരിക്കലും ഒരു ഉറപ്പുമില്ല. ഈ മത്സരത്തെ കീറിമുറിച്ച് പരിശോധിക്കുവാനും നിൽക്കുന്നില്ല. പക്ഷേ ഒന്നറിയാം, ഇനിയുള്ള ഓരോ മത്സരങ്ങളും വിജയിച്ച് മുന്നേറിയാൽ ഇന്ന് കുറയ്ക്കുന്നവർക്കുള്ള മറുപടിയാകുമെന്ന്. അത് സ്വന്തം മണ്ണിൽ മുഹമ്മദ് നസിക്കെതിരെയുള്ള 3 ഗോളുകൾക്ക് വിജയിച്ച ഈ മത്സരത്തിൻ്റെ കണക്കുകൾ അതിങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട്. ആദ്യ ഗോൾ ഭാസ്കറോയുടെ മിസ്റ്റേക്കിലൂടെ ആയിരുന്നുവെങ്കിൽ 2ാം ഗോൾ നോഹയിലൂടെ മത്സരം തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കുന്ന സീലിംഗ് ഹെഡർ കൊണ്ടായിരുന്നു. മൈതാനം മടക്കി വലിച്ചിരുന്ന ലൂണിയുടെ പാസിനെ കോയോഫ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ ഗോളാക്കി മാറ്റിയെടുക്കുമ്പോൾ വിജയത്തിൻ്റെ സൂചിക തങ്ങളുടേതാണെന്ന് ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിക്കുന്നുണ്ട്. മികച്ചൊരു ടീം പ്ലേ. നിലവിലെ കളി വെച്ച് മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷകൾ നമുക്കിനിയും നെയ്യുവാനുണ്ട്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ഇനിയും കളിയുടെ വിധിയെ മാറ്റിമറിക്കാതിരിക്കട്ടെ. കോറോ, ഫ്രെഡി, അമാവിയ അങ്ങനെ പലരും പുതിയ പ്രതീക്ഷകളായി മാറുകയാണ്. ചോരാത്ത കരങ്ങളണിഞ്ഞ് വീണ്ടും സച്ചിനും വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. കൂടെ മരണം മുന്നിൽ നിന്നുവെന്ന് വിളിച്ചാൽ പോലും മരിക്കും വരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പോരാടുവാൻ മുൻനിരയിൽ നോഹയും പെപ്രയും ലൂണയും ജീസസുമെല്ലാം ഒരുങ്ങി നിൽക്കുമ്പോൾ വിധി മാറി മറിയുക തന്നെ ചെയ്യും. ഈ ചിരി മായാതിരിക്കട്ടെ, വിശ്വാസം നശിക്കാതിരിക്കട്ടെ, പ്രതീക്ഷകൾ വാനോളം ഉയരട്ടെ. ഇന്നൊരു പക്ഷേ തോറ്റുകഴിഞ്ഞാൽ ഉയർത്തി കാണിക്കാൻ പിടിച്ച വിമർശന പ്ലക്കാർഡുകൾ പോലും വലിച്ചെറിഞ്ഞ് അർമാദിച്ച ആരാധകർ പോലും ഒരു നിമിഷം അങ്ങനെ ഓർത്തു കാണും. അതെ, ഇത് നമ്മുടെ ടീമാണ് ബ്ലാസ്റ്റേഴ്സ്, അതൊരു വികാരമാണ്. ഇതിനെല്ലാം ഒപ്പം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും മുന്നിൽ പരിശീലകരുടെ വിശ്വാസം വിജയിച്ച മത്സരമായിരുന്നത്. അതെ, ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ആരാധകരുടെ വിശ്വാസം കാക്കുവാൻ. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും ISL-ൽ
വിജയവടിയിലേക്ക് തിരിച്ചു വരും. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലീൻ ഷീറ്റ് വിജയം. അഗൈൻ സീസണിൽ ഇത് 2ാമത്